നമ്മുടെ കേരളത്തിലുള്ള വെറൈറ്റി തെങ്ങുകൾ ഒരു 22ഓളം വെറൈറ്റി തെങ്ങ് നമ്മുടെ നഴ്സറിയിലുണ്ട്. അതിൽ ഏറ്റവും കേമൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് കൊമ്പഞ്ചല്ലിയെ പിടിക്കുന്നത്, അതായത് കറുത്ത നമ്മുടെ വണ്ട് പോലത്തെ ഈ സാധനത്തെ പിടിക്കുന്ന കാരറ്റാണ്. അതിൻ്റെ ഇതിനകത്ത് ഉള്ളിൽ മരുന്നാണ്. അത് നമ്മൾ ഈ അടപ്പിൽ ഇതിനകത്തൊരു ഹുക്കുണ്ട്, അതിനകത്ത് തൂക്കുക, ഇത് തിരിച്ച് ഇതിനകത്ത് ഇങ്ങനെ അടയ്ക്കുക. ഈ ഹോള് വഴി ഈ മണം കൊണ്ട് ആ വെള്ളത്തിൽ വീണ് അവിടെ കിടന്നുള്ളൂ. ആയിരങ്കാച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് തേങ്ങ ഏറ്റവും ചെറുത്, ഇന്ന് വേൾഡിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു തേങ്ങ കായ്ക്കുന്ന തെങ്ങാണ്. അതായത് നമുക്ക് മുന്തിരിക്കൊല പോലെ നിറയെ ഈ പടത്തിൽ കാണാം, മുന്തിരിക്കൊല പോലെ കൊലക്കൊലയായി നിറയെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ശ്രീലങ്കൻ്റെ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ചെറുതും വലുതും തമ്മിലുള്ള വ്യത്യാസം. രാംഗംഗ എന്ന് പറഞ്ഞിട്ട് ഇത് രാംഗംഗ എന്ന് പറഞ്ഞൊരു വെറൈറ്റി തെങ്ങാണ്. ഏകദേശം 2 വർഷം ആകുമ്പോഴത്തേക്ക് കൂമ്പോന്ന് തുടങ്ങും. ഈ 2 വർഷം ആകുമ്പോൾ കൂമ്പോന്ന് തുടങ്ങും. 3 വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ പറിക്കാൻ പറ്റും. ഇത് ഏതാ വെറൈറ്റി? ഇതാണെന്ന് നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിപ്പം കൂടുതലുള്ള തേങ്ങ. ഇത്രയും വലിപ്പത്തിലാണല്ലേ തേങ്ങ കിട്ടുന്നത്? കണ്ടില്ലേ, ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അത് തേങ്ങയാണ്, തേങ്ങ. ഇതതിന്റെ മുളച്ച തൈകൾ നമ്മൾ വിൽക്കാൻ പോയിട്ടുള്ള ഇത് കാണിച്ചു തരാം നമ്മൾ വീഡിയോയിൽ. ഇത്രയും സൈസ് ഉണ്ടാവും കണ്ടോ. ഇത് പല പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞെങ്കിലും കണ്ടവരൊന്നും കൂടെ കാണണം. ഇനി പുതിയതായിട്ട് കാണാനുള്ളവർ കാണുക. നമ്മുടെ കേരളത്തിലുള്ള വെറൈറ്റി തെങ്ങുകൾ ഒരു 22ഓളം വെറൈറ്റി തെങ്ങ് നമ്മുടെ നഴ്സറിയിലുണ്ട്. അതിൽ ഏറ്റവും കേമൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, കെങ്കാമൻ. അതെ, ഒരു പൊതിച്ച തേങ്ങയ്ക്ക് 1 കിലോ മുതൽ 2 കിലോ വരെ തൂക്കവും നല്ല ഉൾക്കട്ടിയും ഓയിൽ കണ്ടന്റ് ഉള്ള ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തേങ്ങയാണ്. കരിക്കിനാണെങ്കിൽ 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ വെള്ളവും കിട്ടും. അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് കേട് സാധ്യത തീരെയില്ല. അതുകൊണ്ടാണ് ഈ തെങ്ങിനോട് ആൾക്കാർക്ക് പ്രിയം. നമ്മുടെ കാലാവസ്ഥ, ഇത് ശ്രീലങ്കന്റെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലെ കാലാവസ്ഥ നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ എല്ലാം സെയിം ഒരേപോലെ തന്നെയാണ്. ഈ ശ്രീലങ്കയിലാണല്ലോ തെങ്ങുകളുടെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ മിക്കവാറും ഒരു വർഷത്തിനുള്ളിൽ അവരുടെ ടിഷ്യൂ കൾച്ചറിന്റെ തെങ്ങ് വരാൻ പോവുകയാണ്. അതെ, കിട്ടും. അത് ഇനിയിപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആകും. അതിന്റെ പരീക്ഷണം പൂർത്തിയായി. തെങ്ങുകൾ ഇപ്പോൾ അവർക്ക് അതിൻ്റെതായ ആയിട്ടുണ്ട്. ഇത് കായ്ക്കാനായിട്ട് 3.5 വർഷം ആകുമ്പോൾ കായ്ച്ചു തുടങ്ങും. 3.5 വർഷം, 80 വർഷത്തോളം കായ്ഫലം കിട്ടും. നല്ല ഉൾക്കട്ടി ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള തേങ്ങയാണ്. ഇതിന്റെ ഇനി ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കൂമ്പ് കൊണ്ട കുരുത്താലും മധുരം ഇല്ല, തീരെ ഇല്ല. അത് കാരണം ചെല്ലിക്ക് ഇഷ്ടമില്ല. ചെല്ലി ആക്രമണം തീരെ ഇല്ല ഇതിനകത്ത്. ചെല്ലി ആക്രമണം കുറവാണ്. അതായത് 15 മുതൽ 30 തേങ്ങ വരെ ഒരു കൊലയിൽ കിട്ടുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ ശ്രീലങ്കന്റെ ഹൈബ്രിഡ്. നമുക്കിവിടെ നഴ്സറിയിൽ ധാരാളം ചെലവ്, ഏറ്റവും കൂടുതൽ ചെലവുള്ള ശ്രീലങ്കന്റെ ഹൈബ്രിഡ്. ഇതിന്റെ തൈ അന്വേഷിച്ചാൽ ഒരുപാട് പേര് ദൂരം നിന്ന് വളരെയധികം ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിന്റെ മിക്കവാറുള്ള നഴ്സറികളിൽ നമ്മുടെ നഴ്സറി നമ്മൾ തന്നെയാണ് ഈ ശ്രീലങ്കന്റെ ഹൈബ്രിഡ് തെങ്ങ് ഇപ്പോൾ പല നഴ്സറികളും കൊടുക്കുന്നത്. ഇവിടെ വിളിക്കുന്നവർക്ക് നമ്മൾ ആ നഴ്സറിയുടെ പേര് കൊടുക്കും. അവരിവിടെ വന്നും ധാരാളം ആൾക്കാർ ഇങ്ങനെ വണ്ടികൾ കൊണ്ടുവന്ന് ധാരാളം 100, 200, 300, 500 തൈ വരെയാണ് ഓരോരുത്തർ ഫാമുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകും. നമ്മൾ ഈ വെറൈറ്റി പരിചയപ്പെടുത്തിയ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു വെറൈറ്റി ഇദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം. ഇത് കണ്ടില്ലേ, നമ്മുടെ ടാഗാണ്, നമ്മുടെ തന്നെയാണ് ഈ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ്. കേരളത്തിൽ നമ്മൾ തന്നെയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ മിക്ക നഴ്സറികളിലും ആയി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ അവിടെ നിന്ന് പോകുന്നത് തന്നെയാണ്, ഇവിടെ നിന്ന് പോകുന്ന തൈകളാണ്. അതെ അതെ അതെ. അത് ഈ തേങ്ങ വരുത്തി നമ്മുടെ ടാഗ് തന്നെ, ഗ്രീൻസ് നഴ്സറിയുടെ ടാഗ് തന്നെയാണ്. നമ്മുടെ തൈ ഒറിജിനൽ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് തേങ്ങ കിട്ടുള്ളൂ. അപ്പോൾ സാർ മുമ്പ് ഡെലിവറി ഇല്ലെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഡെലിവറി നമ്മൾ തൃശ്ശൂർ വരെ നമ്മുടെ വണ്ടിയിൽ ഡെലിവറി കൊടുക്കുന്നു. തൃശ്ശൂർ വരെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായും TTC കൊറിയർ വഴിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാലും അയക്കാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ അതിന് പോയിട്ട് ഇപ്പോൾ ഇടയ്ക്ക് പലരും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. വീടുകളിൽ ഈ കാറ്റലോഗും കൊണ്ട് പോയിട്ട് ആൾക്കാർ ഓർഡർ എടുത്തിട്ട് നമ്മളെ ഗ്രീൻസ് നഴ്സറിയുടെ ശ്രീലങ്കൻ്റെ തെങ്ങാണെന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ വെച്ചത്. പക്ഷേ നമ്മുടെ തെങ്ങല്ലാതെ അത് ഈ നാടൻ സാധാ തെങ്ങിൻ്റെയൊക്കെ വലിപ്പം കൂടിയ തേങ്ങ അവർ സാധാ കവറിലൊക്കെ വെച്ചിട്ട് കൊണ്ട് കൊടുക്കുക. അങ്ങനെ പറ്റിക്കപ്പെടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ തെങ്ങല്ല. പലരും ഇങ്ങനെ നമുക്ക് അതിന്റെ വീഡിയോ അയച്ചിട്ട് നമ്മളത് നമ്മുടെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ച് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ഇവിടുന്ന് പോകുന്ന തൈകളല്ല, അപ്പോൾ അതുകൊണ്ട് ഗ്രീൻസ് നഴ്സറിയുടെ പേരും പറഞ്ഞിട്ട് വരുന്നത്. അതെ, നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിൽ നിന്ന് അയച്ചാണെന്ന് പറഞ്ഞിട്ട് വീടുകളിൽ പോയിട്ട് അവർ കാറ്റലോഗ് കാണിച്ചിട്ട് ഇങ്ങനെ ഓർഡർ എടുത്ത് സെയിൽ. നമ്മുടെ ഇപ്പം മറ്റു നഴ്സറി സെയിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഴ്സറികൾ നമ്മൾ പറയാൻ പറ്റും. അതിൽ നമ്മുടെ ടാഗ് ഉണ്ട്, ഗ്രീൻസ് നഴ്സറിയുടെ ടാഗും ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് തെങ്ങുന്ന ആ ഒരു ഇതുകൊണ്ട്. പിന്നെ തേങ്ങ കാണുമ്പോൾ അറിയാം, വലിപ്പം കൂടിയുള്ള തേങ്ങയായിരിക്കും. തേങ്ങയ്ക്ക് ഒരു പ്രത്യേക ഷേപ്പുണ്ട്, നമ്മുടെ സാധാ മറ്റു തേങ്ങയുടെ അല്ല. അതിൻ്റെ ഫ്രണ്ട് ബാക്ക് എല്ലാം കാണുമ്പോൾ അത് അറിയാം. തേങ്ങയുടെ ആ ഒരു രൂപവും അത് കാണുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും.
ഇതിനെക്കുറിച്ച് അറിയാത്തവരെ മാത്രം പറ്റിക്കാൻ പറ്റും അല്ലേ? അറിയുന്നവർക്ക് ഒരിക്കലും അല്ലേ ആ ഒരു അവസ്ഥ വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശ്രീലങ്കന്റെ തൈകൾ. ഈ ഇരിക്കുന്ന എല്ലാം തന്നെയാണ്, ഈ ഇരിക്കുന്ന എല്ലാം തന്നെ. ഇത് നമുക്ക് സെയിലിന് പോകാം. 3-4 ലീഫ് ആയതാണ്. ആ തട്ടിന്റെ മുകളിൽ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ അല്ല, ഇവിടെ സെയിൽ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് 6-7 സ്ഥലത്തായിട്ടാണ് ഈ തേങ്ങ നമ്മൾ പാവി അതിനെ പരിപാലിച്ച് അതിനെ കവറിലാക്കി ഇവിടെ സെയിലിന് മാത്രം പാകമായ തൈകളാണ് ഇവിടെ. നമുക്ക് ഈ ഒരു നഴ്സറി നെയ്യാറ്റിൻകരയിൽ അമരവള കണ്ണൻകുഴി എന്ന സ്ഥലത്ത് ഉള്ള നഴ്സറി ഇത് മാത്രമേ ഉള്ളൂ സെയിൽ. പലരും ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ നഴ്സറികളുണ്ട്. പലരും ഇങ്ങനെ തെറ്റിദ്ധരിച്ചൊക്കെ പലരും മാറിയൊക്കെ പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര അമരവളയിൽ കണ്ണൻകുഴി എന്ന സ്ഥലത്താണ്. ഈ അമരവള റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് നമ്മുടെ നഴ്സറി. ഓക്കെ സാർ, അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങിന്റെ മാത്രം വെറൈറ്റികൾ, ഇവിടെ തെങ്ങിന്റെ ഭാഗം മാത്രമാണ്. അതായത് സെയിലിന് ഭാഗമായിട്ടുള്ള തെങ്ങുകളാണ് ഈ വെറൈറ്റി. നമ്മളിപ്പോൾ ഒരു 22 വെറൈറ്റി തെങ്ങുണ്ട്. അതിൽ ഏകദേശമുള്ളതൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഒരുപാട് വെറൈറ്റികൾ നിങ്ങൾ മറ്റു നഴ്സറി ലഭിക്കാത്തത്ര വെറൈറ്റികൾ, ഒരുപാട് വെറൈറ്റികൾ സാറിന്റെ അതായിട്ടുള്ള മാത്രമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെറൈറ്റികളൊക്കെ നമുക്ക് നോക്കാം. 1000 കാച്ചി എന്ന് പറയുന്നത് 1000 കാച്ചി അത് നമുക്ക് ചിലവുള്ളതാണ്. അത് ഒരു തെങ്ങാണ് നടാൻ സ്ഥലമുള്ളതെങ്കിൽ ആ ഒരു തെങ്ങ് നടുന്നത് നല്ലതാണ്. ഞാനത് കാണിച്ചിട്ട് സെക്ഷനിലോട്ട് പോകാം. ശ്രീലങ്ക വെറൈറ്റിയുടെ ചെറിയ തൈകൾ മാത്രമല്ല അല്ലേ സാർ? ഇത് വലിപ്പ കൂടുതലുള്ള തൈ, അതായത് നേരത്തെ കാച്ചി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വലിപ്പ കൂടുതലുള്ള തൈ ഉണ്ട്. ഈ ഇരിക്കുന്നത് ഈ കാണുന്നതെല്ലാം ശ്രീലങ്കന്റെ കുറച്ച് വലുതായ അല്ലെ, ഇലയൊക്കെ വിരിഞ്ഞ് നല്ല വലിപ്പം കൂടിയ തൈകളാണ്. ഇതിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചാൽ മതി. ഞങ്ങൾ അല്ലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തൈകൾ വരെ ലഭിക്കും. ഇനി നമ്മുടെ 1000 കാച്ചി. 1000 കാച്ചി. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഞാൻ മറ്റൊരു തെങ്ങിനെ പരിചയപ്പെടുത്താം. ഇത് നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം പരിചയപ്പെടുത്തിയ തെങ്ങാണ് 1000 കാച്ചി എന്ന് പറയും. 1000 കാച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് തേങ്ങ ഏറ്റവും ചെറുത്, ഇന്ന് വേൾഡിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു തേങ്ങ കായ്ക്കുന്ന തെങ്ങാണ്. അതായത് ഒരു വീടിന് ഈ ഒരു തെങ്ങ് നമ്മൾ നട്ട് വളർത്തി കായ്പ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടാവശ്യത്തിന് ആവശ്യമുള്ള തേങ്ങ നമുക്ക് ഇതിനകത്ത് കിട്ടും. എണ്ണയ്ക്കായാലും ആട്ടിയെടുക്കാനായാലും വീട്ടാവശ്യത്തിന് നമ്മളല്ലാതെ അരയ്ക്കാൻ ആയിട്ടായാലും നമുക്ക് ഈ ഒരു മൂട് തെങ്ങിൽ നിന്ന് ആവശ്യമുള്ള തേങ്ങയും എണ്ണയും അതിൽ നിന്ന് കിട്ടും. അതായത് ഒരു കൊലയിൽ 300 മുതൽ 500 തേങ്ങ വരെ അതിനകത്ത് കായ്ക്കും. ഇതാണ് 1000 കാച്ചി എന്ന് പറയുന്നത്. അതായത് 2 മാസം കൂടുമ്പോഴത്തേക്ക് 2 കൊല തേങ്ങ വെട്ടുമ്പോൾ 1000 തേങ്ങ. അങ്ങനെയാണ് ഈ 1000 കാച്ചി എന്നുള്ളൊരു പേര് വന്നത്. അതിന് കൊബാരി കോക്കനട്ട് എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചിരുന്നു. നമുക്ക് നമ്മുടെ ശ്രീലങ്കൻ്റെ തേങ്ങ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏറ്റവും വലുതാണ്, ഇത് ഏറ്റവും ചെറുതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു. ഇത് നമുക്ക് മുന്തിരിക്കൊല പോലെ നിറയെ ഈ പടത്തിൽ കാണാം. മുന്തിരിക്കൊല പോലെ കൊലക്കൊലയായി നിറയെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു കൊലയിൽ ഒരു റാളിയിൽ തന്നെ ഒരു 6-7 തേങ്ങ അതിനകത്ത് പിടിച്ചു തുടങ്ങും. അതായത് ചെറിയ തേങ്ങയാണ്, നമുക്ക് തിരുവി എടുക്കാൻ പറ്റില്ല. അത് പഴുത്ത് പാകമായി വരുമ്പോൾ അതിൻ്റെ ചിരട്ടെ തട്ടി പൊട്ടിച്ച് നമുക്ക് അതിനെ അരയ്ക്കാനായിട്ട് മിക്സിയിൽ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ചിരട്ടെ തട്ടിപ്പൊടിച്ച് ധാരാളം എണ്ണ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. എണ്ണയ്ക്കായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ 1000 കാച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു തെങ്ങ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഇതായിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ശ്രീലങ്കൻ്റെ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ചെറുതും വലുതും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം ശരിക്കും മനസ്സിലായോ? നമുക്ക് 10 തെങ്ങ് ശ്രീലങ്കൻ്റെ വയ്ക്കുകയാണെങ്കിൽ ഒരെണ്ണമെങ്കിലും നമുക്ക് 1000 കാച്ചി കൂടെ വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണത്. അങ്ങനെ ഇപ്പോൾ ആൾക്കാർ ധാരാളം അത് നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നഴ്സറിയിൽ നിന്ന്. നഴ്സറി ശ്രീലങ്കനും 1000 കാച്ചി അന്വേഷിച്ച് വരുന്ന കർഷകർ ഈ ഒരു വെറൈറ്റി ഒരു തൈയെങ്കിലും എടുക്കാതെ പോകാറില്ല, ശരിയല്ലേ? അതേപോലെ പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു തൈയാണ് തൈ കാണുന്നത്. ഈ ഒരു വെറൈറ്റി രാംഗംഗ എന്ന് പറഞ്ഞിട്ട് ഇത് രാംഗംഗ എന്ന് പറഞ്ഞൊരു വെറൈറ്റി തെങ്ങാണ്. രാംഗംഗ അതായത് ചെന്നൈയിലെ ഉമാപതി ലാബിൽ വികസിപ്പിച്ച് എടുത്തൊരു തെങ്ങാണ് ഈ രാംഗംഗ. അതിൻ്റെ പ്രത്യേകത പറയുമ്പോഴത്തേക്ക് ഇത് ഏകദേശം 2 വർഷം ആകുമ്പോഴത്തേക്ക് കൂമ്പോന്ന് തുടങ്ങും. ഈ 2 വർഷമാകുമ്പോൾ കൂമ്പോന്ന് തുടങ്ങും. 3 വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ പറിക്കാൻ പറ്റും. അങ്ങനെയാണ്. അല്ല 2 വർഷമാകുമ്പോൾ തേങ്ങ പറിക്കാൻ പറ്റില്ല. 2 വർഷമാകുമ്പോൾ കൂമ്പ് വന്ന് തുടങ്ങുമെന്നാണ് ഞാൻ പറയുന്നത്. 2 വർഷമാകുമ്പോൾ അത് കൂമ്പ് വന്ന് തുടങ്ങും. അങ്ങനെയുള്ളൊരു വെറൈറ്റി തെങ്ങാണ് ഇത്. നമുക്ക് ബാരലിൽ വേണമെങ്കിൽ വയ്ക്കാൻ പറ്റുന്ന ആ ഒരു വെറൈറ്റി ഞാനത് കാണിക്കാം. ഈ ബോഡി കാണുന്നുണ്ടോ? ഈ കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ രാംഗംഗ ഹൈബ്രിഡ്. അതായത് നമ്മൾ കുഴിയെടുത്ത് നട്ട് ആ തടി ഭാഗം മണ്ണ് ലെവലിൽ നിന്ന് മുകളിൽ വരുന്നതിന് മുന്നേ അത് കാച്ചു തുടങ്ങും. ആ തേങ്ങ കാച്ച് തറയിലാണ് ഇങ്ങനെ മുട്ടിയിരിക്കുന്നത്. കണ്ടായിരുന്നോ? കണ്ടു. ഇതാണ്. ഇത് ചെറുതില്ല, അതായത് ഒരുപാട് വലുതാവില്ല. പൊക്കം കുറഞ്ഞ് നിന്ന് കായ്ക്കണമെങ്കിൽ വീട് മുറ്റത്തൊക്കെ ചെടി പോലെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ രാംഗംഗ ഹൈബ്രിഡ് എന്ന് പറയുന്ന വെറൈറ്റി. അത് ധാരാളം തേങ്ങ കായ്ക്കും. നല്ല ഓയിൽ കണ്ടന്റുള്ള തേങ്ങയ്ക്കായാലും കരിക്കിനായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി തെങ്ങിൽപ്പെടുത്താവുന്ന ഒരു തെങ്ങാണ്. ഞാൻ 3ാം സ്ഥാനം കൊടുക്കുന്ന ഒരു തെങ്ങാണ് ഈ നമ്മുടെ രാംഗംഗ തെങ്ങ്. ഏറ്റവും നല്ലതാണ്. അതാണ് കുള്ളൻ വെറൈറ്റി പെടുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് ഈ കാണുന്ന തെങ്ങ്. ഇത് നല്ല പച്ചപ്പായിട്ട് കാച്ചിരിക്കുന്ന, കാണാനും നല്ല ഭംഗിയാണ്. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഡ്രമ്മിൽ കായ്ക്കുമെന്ന് വെറുതെ സാർ പറഞ്ഞതല്ല. കഴിഞ്ഞൊരു വീഡിയോ ഞങ്ങൾ അതിന്റെ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാച്ചിരിക്കുന്നത് കണ്ടില്ലായിരുന്നു? ഇത് കണ്ടില്ലേ? നമ്മുടെ രാംഗംഗ തെങ്ങ്. നമ്മുടെ രാംഗംഗ എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മുടെ ബാരലിൽ വെച്ച ഇതാണ്. ആ തെങ്ങ് കാണുമ്പോൾ എൻ്റെ പച്ചപ്പും പുഷ്ടിയും കണ്ടായിരുന്നു. രാംഗംഗ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതായത് ഒരു തേങ്ങയിൽ 2 തൈ
വന്നതുകൊണ്ട് ഞാനെടുത്ത് അത് ബാരലിൽ കാണാൻ വേണ്ടി ഇങ്ങനെ വെച്ചത്. കാണാൻ വേണ്ടിയിട്ട്. ശരി, ഇനി അടുത്ത് പറയേണ്ട കാര്യം ഇനി നമുക്ക് കേരളത്തിലെ നമ്മുടെ തെങ്ങ് കർഷകരെ ഒന്നടങ്കം മാനസികമായി വെറുപ്പിക്കുന്ന, മാനസികമായി പ്രയാസപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലിയുടെ തെങ്ങിന്റെ ശല്യം. ആള് ചെറുതാണ്, പക്ഷേ അതെ അതെ, ഒരു തെങ്ങ് പോലും നമുക്ക് അതിനെ പരിപാലിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ന് തെങ്ങ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അതായിരിക്കും കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലി പിടിക്കുന്ന ഒരു ട്രാപ്പാണ് ഈ കാണുന്നത്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിനകത്ത് അത് ഞാൻ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇത്രത്തോളം നമ്മളെ തെങ്ങുകളെ കുത്തി നശിപ്പിക്കുന്ന ഇത് കണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത വീഡിയോയിൽ ജീവനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, ഇതിനകത്ത് ജീവനുള്ള എല്ലാം ഇത് കണ്ടായിരുന്നു. ഇത് നമ്മുടെ ഈ ട്രാപ്പിൽ പിടിക്കുന്ന സാധനമാണ്. ഈ ഒരു കൊമ്പൻചെല്ലിയുടെ കൊമ്പ് നോക്കി, ഇതാണ് നമ്മുടെ തെങ്ങുകളെ കുത്തി മൂടോടെ മറിക്കുന്ന സാധനം. ഇതിനെ നിസ്സാരമായിട്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ട്രാപ്പാണ്. ചെല്ലികളെ പിടിച്ച് നശിപ്പിക്കാൻ പറ്റുന്ന ട്രാപ്പാണ് ഇത്. ഇതിനകത്ത് പകുതി ഭാഗം വെള്ളം എടുക്കുക, എന്നിട്ട് ഈ കാണുന്നത് പോലെ ട്രെയിലോട്ട് ഇറക്കി വെക്കുക. ഇത് കൊമ്പൻചെല്ലിയെ പിടിക്കുന്നത്, അതായത് കറുത്ത നമ്മുടെ വണ്ട് പോലത്തെ ഈ സാധനത്തെ പിടിക്കുന്ന കാരേജാണ്. അതിൻ്റെ ഇതിനകത്ത് ഉള്ളിൽ മരുന്നാണ്. ഈ മരുന്ന് നമ്മളിങ്ങനെ തൂക്കിയിടുമ്പോഴത്തേക്ക് ഈ മരുന്ന് ഇതിനുള്ളിൽ നിന്ന് ലേശം ഈ എൻഡിൽ ഈ ബോൾ പോലത്തെ സ്ഥലത്ത് വന്ന് അതിൻ്റെ മണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അത് നമ്മൾ ഈ അടപ്പിൽ ഇതിനകത്തൊരു ഹുക്കുണ്ട്, അതിനകത്ത് തൂക്കുക, ഇത് തിരിച്ച് ഇതിനകത്ത് ഇങ്ങനെ അടയ്ക്കുക. ഈ ഹോള് വഴി ഈ മണം കൊണ്ട് ഈ സാധനം പറന്ന് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ വീണ് അവിടെ കിടന്നുള്ളൂ. അതിനെ നമ്മൾ പറക്കി ചവിട്ടി കൊന്നു കളഞ്ഞാൽ മതി. എന്നിട്ട് ഇതിനവർ നമ്മുടെ തെങ്ങും തോപ്പിൽ ഏകദേശം ഒരു 4-5 അടി ഹൈറ്റിന് ഇതിനെ നമ്മൾ കെട്ടി തൂക്കി ഇങ്ങനെ ഇടുക. ദിവസം നോക്കുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ ഈ സാധനം കാണും. നമ്മൾ ഈ അടപ്പിനെ ഇങ്ങനെ ഒന്ന് തുറന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനെ പറക്കി നമ്മൾ തറയിലിട്ട് അതിനെ ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞു. ഇത് കൊമ്പൻചെല്ലിയുടെയാണ്. സെയിം ഇതേ മെത്തേഡ് തന്നെയാണ് ഈ ചുവന്ന ചെല്ലിയുണ്ട് ചെമ്പൻചെല്ലിയെ പിടിക്കുന്നത്. അതും ഇതേപോലെ, അതായത് അതിൻ്റെ കാരേജ് മറ്റൊരു മണമാണ്. രണ്ടിനും രണ്ടാണ്. രണ്ടും ബോക്സ് ഒന്ന് തന്നെ, പക്ഷേ അതിൻ്റെ മരുന്ന് വ്യത്യാസമുണ്ട്. രണ്ടിനും 2 മരുന്നാണ് വരുന്നത്. ഇത് നമ്മുടെ ചുവന്ന ചെമ്പൻചെല്ലി. ഇവനാണ് ഏറ്റവും കൂടുതൽ തെങ്ങിൽ ഉള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് ഇതല്ല, ഇത് ഇന്നലെ വീണതുണ്ട്. വൈകുന്നേരമാണ് ഇതിൻ്റെ സഞ്ചാരം. അതുകൊണ്ട് ഇതെല്ലാം ഇതിൽ പകുതിയോളം ജീവനുള്ളത് തന്നെ. നമ്മളിവിടെ ഒരു 2-3 ബോക്സ് കെട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് വീഴുന്നതാണ്. ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് അതിനകത്ത് വരും. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഇത് കണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ പകുതിയോളം ജീവനുള്ളതാണ്. വെള്ളത്തിൽ കിടന്ന് തന്നെ ചത്തോളൂ. 1 ദിവസം 2 ദിവസം കിടക്കുമ്പോഴത്തേക്ക് അതിന് ചാവും. ഇതാണ് സാധനം. നമ്മുടെ തെങ്ങുകളെ ഒന്നടങ്കം കുത്തി നശിപ്പിക്കുന്ന സാധനമാണ്. ഇതിന്റെ മെത്തേഡ് അത് തന്നെയാണ്. ഇതിന് സെയിം കാരേജ് സെയിം മോഡൽ തന്നെ. ആ മരുന്നിന് വ്യത്യാസമുണ്ട്. അത് നമ്മളിങ്ങനെ തൂക്കുക, അതിനെ തിരിച്ച് അതേപോലെ അടച്ചിട്ട് പഴയ പോലെ ഇതും രണ്ടും തൂക്കുക. ഒരു 25 സെന്റിന് ഇത് നമുക്ക് ഓരോന്ന് മതിയാകും. 25 സെന്റിന് 1 ഏക്കറിൽ 4 എണ്ണമെങ്കിലും വേണം. അതിന്റെ ഇടഭാഗങ്ങൾ അവിടെ കെട്ടുക. ഈ ബോക്സിന്റെ വില 200 രൂപ. ചെമ്പൻചെല്ലിയുടെ മരുന്ന് 150 രൂപ. നമ്മുടെ കറുത്ത കൊമ്പൻചെല്ലിയുടെ കാരേജിന് 300 രൂപ. അത് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് ഡെലിവറി വലിയ ഡെലിവറി ചാർജ് ഇല്ല, ചെറിയ ചാർജ്. ഒരുപാട് പേര് മുമ്പ് ചോദിച്ചിരുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഡെലിവറി ചെയ്യാവുന്ന കാര്യം. ഡെലിവറി ചെയ്യുന്നുണ്ട്. എത്ര ആവശ്യമുണ്ടോ നിങ്ങൾ നമ്മളെ ഫോണിൽ വിളിച്ച് അറിയിച്ചാൽ മതി, നമ്മൾ ഡെലിവറി ചെയ്ത് തരാം. എങ്ങോട്ടേക്കും എത്തിച്ചേരാം. നമ്മുടെ കൊമ്പൻചെല്ലിയും ചെമ്പൻചെല്ലിയും പിടിക്കുന്ന ഈ ബോക്സ് കാരേജുകൾ നമ്മൾ നമ്മുടെ തെങ്ങുതോപ്പുകളിൽ കെട്ടുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇതിൻ്റെ മണം എവിടേക്ക് എത്തുന്ന അവിടെ നിന്നെല്ലാം ഇതിങ്ങനെ പറന്നു വരും. ധാരാളം പറന്നു വരും. വൈകുന്നേരമാണ് ഇതിൻ്റെ സഞ്ചാരം കൂടുതൽ. വരുന്ന സമയത്ത് ചിലത് നമ്മുടെ തെങ്ങിലോട്ട്, നമ്മുടെ തെങ്ങുകളിൽ തന്നെ കയറാനും സാധ്യതയുണ്ട്. തെങ്ങിൽ ഇരിക്കുന്നതും നമ്മുടെ അതിൻ്റെ ഒരു പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ട് ഈ പൊടിയുണ്ട്. അതായത് തെങ്ങുകളുടെ അതിൻ്റെ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ട് കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലിയുടെ കോക്കനട്ടിനുള്ള പ്രൊട്ടക്ടറാണ്. ഇത് നമ്മൾ പൊട്ടിച്ച് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നിന്ന് എടുക്കുന്ന വിധം നമ്മൾ മഴ പെയ്ത് ഒഴുകി വരുന്ന മണൽ ഇതുമായിട്ട് മിക്സ് ചെയ്ത് കുരുന്തിൻ്റെ ഭാഗം പോയിട്ട് ലാസ്റ്റ് ഭാഗം പോയിട്ട് ഇടഭാഗങ്ങളിൽ വരുന്ന മണലിൽ 1 ടീസ്പൂൺ കോരി അതിനകത്ത് ഇടുക. ഈ വെള്ളം നനയുന്ന സമയത്ത് ഇതിൻ്റെ പവർ എല്ലാ മടലിനകത്തും വരും. അതൊരു വല്ലാത്തൊരു സ്മെല്ലാണ്. വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെല്ലി ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോകും. പറന്ന് വരുന്നത് ഇതിനകത്ത് ഈ തെങ്ങിലോട്ട് വരില്ല, നമ്മുടെ ഈ കെണിയിൽ പെടും. അങ്ങനെ നമുക്ക് നമ്മുടെ ആ പരിസരത്തെ ഏരിയയിലുള്ള കംപ്ലീറ്റ് കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലികളെ നശിപ്പിക്കാൻ പറ്റും. പണ്ട് നമ്മുടെ സർക്കാർ മണ്ടരി രോഗം വന്നപ്പോഴത്തേക്ക് നമ്മുടെ തെങ്ങുകൾക്കെല്ലാം മരുന്നടിക്കാൻ വേണ്ടിയിട്ട് കൃഷി ഓഫീസ് വഴി എല്ലാ സ്ഥലങ്ങളിലും സൗജന്യമായിട്ട് മരുന്നടി ഉണ്ടായിരുന്നു. അവർ അതിനുള്ള ചിലവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അത് ചെയ്യുമായിരുന്നു. അതേപോലെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ കേരം തെങ്ങും നാടാണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ കേരളമെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ഓഫീസ് വഴി ഇമാതിരിയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാമെങ്കിൽ നമ്മുടെ തെങ്ങുകളെല്ലാം നമുക്ക് സംരക്ഷിച്ച് നമ്മുടെ നാടിനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട കർഷകരും ഈ തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും ഒരു രക്ഷ നേടാനായിട്ട് ഇത് നല്ലൊരു മാർഗ്ഗമാണ്. എല്ലാവരും ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ ഈ കാണുന്നത് ചെമ്പൻചെല്ലിയാണ്, ചുവപ്പ്. അത് കൊമ്പൻചെല്ലിയാണ്. ഇതാണ് നമ്മുടെ തെങ്ങുകളെ കംപ്ലീറ്റ് കുത്തി നശിപ്പിക്കുന്നത്. ഇത് നമ്മളിവിടെ ട്രാപ്പ് വെച്ചിട്ട് പിടിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. ജീവനുള്ളൊക്കെ ഓടി നടക്കുക. ഏകദേശം പകുതിയോളം ജീവനുള്ളത്. ഇതിപ്പോൾ ഒരു 2 ദിവസം 3 ദിവസം ജീവനോടെ കിടക്കും വെള്ളത്തിൽ കിടന്ന്. നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് പറക്കി ചവിട്ടി നശിപ്പിച്ച് കളയാം. നോക്കി കയറി പോകുന്നു.
ഈ കാണുന്നത് മലേഷ്യൻ ഗ്രീന്. ഇതും തെങ്ങിൽ നല്ലൊരു വെറൈറ്റി തെങ്ങാണ് മലേഷ്യൻ ഗ്രീന്. ഒരു കൊലയിൽ ധാരാളം ഇതേപോലെ നല്ല പച്ചയുള്ളതാണ്, ധാരാളം കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ മലേഷ്യൻ ഗ്രീൻ എന്ന് പറയുമ്പോൾ. അത് കരിക്കിനും തേങ്ങയ്ക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇതിലും ഏകദേശം 1 ലിറ്ററോളം വെള്ളം കിട്ടും ഒരെണ്ണത്തിൽ. നല്ല വെള്ളത്തിന് നല്ല മധുരം കൂടുതലായിരിക്കും. ഇതിൻ്റെ വെള്ളമാണ് നമ്മൾ കരിക്ക് വെട്ടി പൊട്ടിച്ച് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോഴത്തേക്ക് വെള്ള കളറിൽ സോഡ പോലെ പതഞ്ഞു വരുന്നത്. നല്ല എരിവുള്ള മധുരമായിരിക്കും. നല്ല ഓയിൽ കണ്ടൻറ്റുള്ള തേങ്ങയും നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ മലേഷ്യൻ ഗ്രീൻ. ഈ മലേഷ്യൻ ഗ്രീനിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നത്. ഇത് ഞങ്ങൾ തേങ്ങ തറയിൽ പാവി മുളപ്പിച്ച് ഈ കവറിൽ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ തൈകൾ. ഇത് മലേഷ്യൻ ഗ്രീനാണ്, തേങ്ങ വലിപ്പം കൂടുതലുള്ളതാണ്. ഇത് നമ്മൾ തറയിൽ പാവിയിട്ട് മുളപ്പിച്ചാണ് കവറിലാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ കടവണ്ണം കണ്ടായിരുന്നു. അതിൻ്റെ വേര് കണ്ട, ഈ വേര് കൂടുതലുള്ളതും ഈ കടവണ്ണം കൂടുതലുള്ളതും കണ്ട. ഈ പീലി പോലെ ആദ്യം ചെറുതിലേ വരുന്നതാണ്, നമുക്ക് നടാൻ പറ്റിയതും ആദ്യമേ കായ്ക്കുന്ന ഒരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത്. അതിനാണ് ഈ പീലി പോലെ ആദ്യമേ വരുന്നത്. നല്ല വെറൈറ്റിപ്പെട്ട തെങ്ങും തൈകളാണ് നമ്മുടെ നഴ്സറിയിൽ മൊത്തത്തിലുള്ളത്. അതിൽ ഇത് ഏറ്റവും നല്ലതാണ്. ഇനി ഇതേപോലെ ഈ മലേഷ്യൻ ഗ്രീന് പോലെ നല്ല വെറൈറ്റി തെങ്ങിൽ പെട്ട ഒരു തെങ്ങിരിപ്പുണ്ട്, ഗൗരീഗാത്രം എന്ന് പറയും. അതും ഈ പീലി പോലെ വന്ന് തുടങ്ങിയതാണ്, ചുവപ്പാണ്. ഇത് ഔഷധ ഗുണമുള്ളതും കരിക്കിന് ഏറ്റവും നല്ലതാണ്. അങ്ങനെയുള്ള ഒരു വെറൈറ്റിയാണ് തൈ കാണുന്നത്. ഇതും നല്ല വെറൈറ്റിയാണ്. ഞങ്ങൾ തേങ്ങാപ്പാവി മുളപ്പിച്ച് കവറിൽ സെയിലിന് സമയമാകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ കവറിൽ ആക്കി നഴ്സറിയിൽ കൊണ്ടുവരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പലയിടത്തുമായി കണ്ടു തുടങ്ങിയൊരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത്. DJ സമൃദ്ധി എന്ന് പറയും. അതായത് ചന്ദന കളറായിരിക്കും, ചുവപ്പല്ല, ചന്ദന കളർ. അതായത് അങ്ങനെയുള്ളൊരു വെറൈറ്റി തൈയാണ് ഈ കാണുന്നത്. DJ സമൃദ്ധി എന്ന് പറയും. ഇതും ചെറുതിലെ കാച്ചു തുടങ്ങുന്നതാണ്. ഇതാണ്ട് പീലി പോലെ വന്നു തുടങ്ങിയ തൈകളാണ്. ഇതെല്ലാം നല്ല 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 കടവണ്ണമുള്ള നല്ല വെറൈറ്റി തൈകളാണ്. ഇതാണ് ഞങ്ങളിവിടെ സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന തൈകൾ. DJ സമൃദ്ധി എന്ന് പറയുന്നത് നല്ല വെറൈറ്റിയാണ്. നമ്മുടെ തെങ്ങ് പെട്ടെന്ന് കേടുവരാത്തൊരു വെറൈറ്റി പെടുന്ന തെങ്ങാണ് ഈ DJ സമൃദ്ധി. ഈ കാണുന്നതാണ് നമ്മുടെ കേരശ്രീ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി തെങ്ങാണ്. കൊലയിൽ ധാരാളം പിടിക്കുന്നതാണ്. അതായത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹം സെക്രട്ടേറിയറ്റ് നടയിൽ നട്ട് നിറയെ ചെറുതിലെ കാച്ചു തുടങ്ങി കായ്ക്കുന്ന ഒരു തെങ്ങ്. ഇപ്പോഴവിടെ നിറയെ കാച്ച് കൊലയിൽ നിറയെ തെങ്ങ് അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലുണ്ട്, നമുക്കത് കാണാൻ പറ്റും. ആ വെറൈറ്റി പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ കേരശ്രീ കോക്കനട്ട്, കേരശ്രീ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൈകളും നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ധാരാളമുണ്ട്. നമ്മുടെ നഴ്സറിയിൽ തെങ്ങിൻ്റെ ഒരു 22ഓളം വെറൈറ്റി തൈകൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള തൈകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറേ വെറൈറ്റികളുടെ പേര് ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അത് പറയാം നമുക്ക്. അതായത് അന്നൂർ കുള്ളൻ, വെസ്റ്റ് കോസ്റ്റ് ടാള്, ഗംഗാ ബോണ്ടം, ചാപ്പാടൻ, കൊബാരി കോക്കനട്ട്, മലേഷ്യൻ ഗ്രീന്, ഡീൻഡുറ്റി കോക്കനട്ട്, കോമാടൻ കോക്കനട്ട്, DJ സമൃദ്ധി, മലേഷ്യൻ യെല്ലോ, സണ്ണങ്കി കോക്കനട്ട് 18ാം പട്ട, ഗൗരീഗാത്രം, നാടൻ കോക്കനട്ട്, ചാവക്കാടൻ കുള്ളൻ, കേരശ്രീ, കുറ്റിയാടി, ടീൻഡുടി, രാംഗംഗ ഹൈബ്രിഡ്, ശ്രീലങ്കൻ്റെ വെറൈറ്റി തുടങ്ങിയ ഏകദേശം 22ഓളം വെറൈറ്റി തെങ്ങ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഈ തെങ്ങിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൽ ഏത് തൈകൾ ചോദിച്ചാലും ചെല്ലിയപ്പിടിയുന്ന ട്രാപ്പായാലും നമുക്കത് ട്രാപ്പാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെവിടെയും, തെങ്ങ് തൈയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ വരെ നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കരുനാഗപ്പള്ളി നഴ്സറിയെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഇത്ര ദൂരം കഴിഞ്ഞ് ഒരു ജില്ല, രണ്ടാമത് ജില്ലയുടെ അവസാനത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കിട്ടാത്തൊരു വെറൈറ്റി 1000 കാച്ചയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ വെളിച്ചെണ്ണ ഉൽപ്പാദനമാണ് അത് ഉദ്ദേശിക്കുന്നത്, അരയ്ക്കാനല്ല. അരയ്ക്കാനും വേണേൽ അരയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം വിപണിയിൽ കിട്ടുന്ന എണ്ണ മായം മേടിച്ച് 35ാമത്തെ വയസ്സിൽ മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ തേടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ മായം വെളിച്ചെണ്ണയിലാണല്ലോ. വെളിച്ചെണ്ണ. അപ്പോൾ ആ വെളിച്ചെണ്ണയിലെ മായമെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയാലോ എന്ന് കരുതി. ഇപ്പൊ എനിക്ക് വേണ്ടിയല്ല, ഇത് കായ്ച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ മണ്ണടിയും, വരുന്ന തലമുറയ്ക്ക് വേണ്ടി. അതാണ് ഭക്ഷണം പുത്തൻ തലമുറയിലേക്ക് എത്തിക്കാൻ പ്രായമായ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തുണ്ട്, അത് ചെയ്യാന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ദൂരം. രാമഗംഗയുടെ കാര്യം അറിഞ്ഞു. അറിയാനുള്ള പുതിയ വെറൈറ്റികളുണ്ട് അല്ലേ? അപ്പോൾ ഇത്രത്തോളം ഐറ്റംസ് ഒന്നും ഞങ്ങളുടെ അവിടെ നഴ്സറി, ഒരുപാട് നഴ്സറി ഉണ്ട് അവിടെ. ഒരുപാട് നഴ്സറികളുണ്ട്. 10-25 നഴ്സറി പോയിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം വെറൈറ്റികളുള്ള ഒരു നഴ്സറി നമുക്ക് വേറെ കാണാൻ പറ്റും. താല്പര്യപൂർവ്വം നടത്താൻ നന്നായിരിക്കട്ടെ അവർ. കാരണം നമുക്ക് ആവശ്യത്തിന് ഇപ്പൊ തമിഴ്നാടിനെ ആശ്രയിക്കുക. പണ്ട് കേരളം എന്ന പേര് മാത്രമേ ഉള്ളൂ. കേരം വേണമെങ്കിൽ അയൽ സംസ്ഥാനത്ത് പോയി കൊണ്ടുവരണം. അതാണ് അവസ്ഥ. നമ്മുടെ കൃഷി പോകുന്നത്. ഏത് ഗ്രാമപ്രദേശം എടുക്കുക, ഏത് ഗ്രാമപ്രദേശം എടുത്താലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങ അവിടെ ഉപ്പനയ്ക്ക് കടയിൽ വെച്ചേക്കുന്നേ. എന്തുകൊണ്ട് ആ സ്ഥിതി വന്നു? നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഇതൊന്നും ആരും ആലോചിക്കുന്നില്ല.
അപ്പോൾ ഒരു തെങ്ങൻ തൈ വെച്ചു, ചെല്ലി തിന്നു, അതങ്ങ് പോട്ടെ. അപ്പോൾ ഒരു പനി വന്നു എന്ന് കരുതി പിന്നെ പനിക്ക് ചികിത്സിക്കാതിരിക്കുമോ ആരെങ്കിലും? അതെ അതെ 9 പനി വന്നാലും 9 പനിക്കും ചികിത്സിക്കുക, 10ാമത്തെ പനിക്കും ചികിത്സിക്കുക. അപ്പോൾ 9 എണ്ണം ചെല്ലി തിന്നുകൊണ്ട് പോയാൽ ചെല്ലിയെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ 10 മൂട് പോയി ചെല്ലി തിന്നു. അപ്പോൾ 10 മൂട് പോയപ്പോൾ ഞാൻ 15 നട്ടു. അതാണ് നമ്മുടെ ആർക്കും, എനിക്ക് വേണ്ടിയല്ല, വരുന്ന തലമുറയ്ക്ക് വേണ്ടി. എനിക്ക് 71 വയസ്സുണ്ട്. എനിക്കിനി ഇത് കായ്ച്ചു വന്നിട്ട് ഇതിൻ്റെ കരിക്കും വെള്ളമൊന്നും കുടിക്കാൻ പറ്റുമെന്ന് വിശ്വാസമില്ല. പുത്തൻ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഇത് ഞാൻ 10 വരെ വിളിച്ച് കാണിക്കും. ഈ നഴ്സറിയിൽ മണ്ടക്കാട് യാത്രയ്ക്ക് പോയ ഒരു സ്ത്രീ, ഒറ്റ ദിവസത്തെ പരിചയമുള്ള ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മണ്ടക്കാട് പോകുമ്പോൾ എനിക്കൊരു സഹായം ചെയ്യും, ഒരു 2 ശ്രീലങ്കൻ തെങ്ങൻ തൈ മേടിച്ചുകൊണ്ട് വരുമോന്ന് ചോദിച്ചു. സന്തോഷത്തോടെ ആ സ്ത്രീയും ഭർത്താവും കൂടെ കാറിൽ വന്ന് ഇവിടെ വന്ന് തെങ്ങൻ തൈ കൊണ്ടുവന്ന് ഞാൻ 10ാമതേത്തിന് നടുകയും ചെയ്തു. 10ാമതേത്തിന് എന്താ നട്ടെന്ന് വെച്ചാൽ അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്, 10ാമതേത്തിന് നട്ടാൽ കൊള്ളാം. ആ നേരെ നോക്കി വെച്ചു. കുറച്ച് ദിവസം തെങ്ങൻ തൈ വീട്ടിൽ തന്നെ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു താല്പര്യം കൃഷിയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ 1000 കാച്ചി. അതെ, 1000 കാച്ചി. അത് ഈ എണ്ണയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കരിക്കും ഒന്നും വേണ്ട, എണ്ണ കിട്ടുമെങ്കിൽ വിളക്ക് കത്തിക്കാൻ ഇപ്പോൾ 300-310 കൊടുത്താൽ നല്ലെണ്ണ മേടിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റും. നല്ല വെളിച്ചെണ്ണയിൽ വിളക്ക് കത്തിക്കാൻ പറ്റും. ഒരു കുപ്പിയെടുത്ത് അമ്പലത്തിലോട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് പാചകത്തിന് എടുക്കാൻ പറ്റും. ഇത്ര ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ വെറൈറ്റികൾ ഹാപ്പി.